ഇന്നിപ്പോൾ ഈ പുറത്തിറങ്ങുന്നത് രാത്രി 2 മണിക്കാണ്. സാധാരണ 2 മണിക്കൊക്കെ ആളുകൾ എന്താ ചെയ്യുക, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ഇവിടുത്തെ ഈ ചൂടും പൊടിക്കാറ്റൊക്കെ കാരണം എനിക്ക് നല്ല രീതിയിൽ കോൾഡും ത്രോട്ട് പെയിനും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കം കിട്ടണില്ല. ഉറക്കം കിട്ടാത്തപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്നറിയോ? വിശപ്പില്ലെങ്കിലും നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങൂലേ? അങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്കൊരു പെട്ടെന്നൊരു ക്രേവിങ്സ് വന്നത്, നല്ല തണുത്ത അവിൽ മിൽക്ക്. ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, നല്ല കോൾഡാണ്, നല്ല ത്രോട്ട് പെയിനാണ്, എന്നിട്ടും തണുത്ത സാധനം കഴിക്കാനുള്ള ആഗ്രഹം മാത്രം കുറയുന്നില്ല. നമ്മൾ കഴിക്കരുത് എന്ന് തോന്നുന്ന സമയത്താണ് അത് കഴിക്കാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് വരുന്നത്. അത് പ്രത്യേകിച്ച് ലേഡീസിന് നന്നായിട്ട് മനസ്സിലാവും. ഡയറ്റാണെങ്കിൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നൂലേ? പഞ്ചസാര കുറക്കണമെന്ന് തീരുമാനിച്ച് അന്ന് നമുക്ക് കേക്ക് കഴിക്കണം. നല്ല കോൾഡ് ഉള്ളപ്പോൾ ഇതുപോലെ പോയിട്ട് ഐസ്ക്രീമോ അവിൽ മിൽക്കോ കഴിക്കാൻ തോന്നും. പുറത്തിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിനൊരു റിലാക്സൊക്കെ ആയി. രാത്രിയിലെ റോഡുകളും കുറച്ച് കാറ്റ്, ആളുകളെ തിരക്ക് കുറവ്, അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. സത്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ പോലും ഞാൻ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കി, വേണ്ട അവിൽ മിൽക്ക് കഴിക്കണ്ട, നല്ല ത്രോട്ട് പെയിൻ അല്ലേ, വീട്ടിൽ പോകാമെന്നൊക്കെ. പക്ഷേ നമ്മളെ ക്രേവിങ്സ് അത് കേൾക്കില്ലല്ലോ. അത് സ്വന്തം തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് സമയം കറങ്ങിയും കുറച്ച് റിലാക്സ് ആയി എന്നാവും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും വയ്യാത്തപ്പോൾ ആരെങ്കിലും പോയി അവൽ മിൽക്കൊക്കെ കഴിക്കുമെന്ന്. എൻ്റെ മറുപടി വളരെ സിമ്പിളാണ്, കഴിക്കാൻ പാടില്ല. പക്ഷേ ചില ക്രേവിങ്സിന് മുന്നിൽ മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ കഥയുടെ ഒരു മോറൽ എന്താണെന്ന് വെച്ചാൽ, രാത്രി 2 മണിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കം വരാതിരുന്ന ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അവിൽ മിൽക്കിനെ കുറിച്ചോ ഐസ്ക്രീമിനെ കുറിച്ചോ മന്തിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ അവിൽ മിൽക്ക് കഴിക്കണമെന്ന് ആഗ്രഹമായി ഇറങ്ങിയ എൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഈ കഴിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നാളെ ഞാൻ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. എന്നാലും ഇന്ന് ഈ നിമിഷം ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.